ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മലപ്പുറം പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ കാണാതായ ദമ്പതികളിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയെന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടുകാണും. അതിദാരുണമായ ഒരു സംഭവമാണ്. അണ്ടിപ്പാട്ടിൽ ഹുസൈൻ്റെ ഭാര്യ ഫൗസിയാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയുള്ളത് എന്നുള്ളതാണ്. മത്സ്യബന്ധനത്തിൽ പോയ ബോട്ടിൻ്റെ നങ്കൂരത്തിൽ കുടുങ്ങിയപ്പോൾ അവർ അത് പൊക്കി നോക്കിയപ്പോഴാണ് ചാക്കിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹം ഇപ്പോൾ ഫൗസിയുടേതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ മദ്യപാനിയാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഫൗസിയെ മർദ്ദിക്കാറുണ്ട്. അതൊരു പതിവാണ്. അത് അയൽവാസികൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പോലും അദ്ദേഹം മദ്യം കഴിച്ചതിന് ശേഷം വീട്ടിലെത്തിയ ഫൗസിയെ അതിദാരുണമായിട്ട് മർദ്ദിച്ചിരുന്നു. അവസാനം വലിയ മകൻ 25 വയസ്സുള്ള, അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഒരു ഫാക്ടറിയിൽ, ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. 15 വയസ്സുള്ള ഒരു മകളും ഇവർക്കുണ്ട്. അവർ തടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് പോവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ കിടന്നുറങ്ങുന്നു. വൈകിട്ടായ ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചു വീട്ടിൽ വരുന്നു. രാത്രി 1:30 കൂടിയാണ് ഫൗസിയോട് പറയുന്നത്, ഈ കടലിൽ വലിയ ചാകരയുണ്ട്, ഒരുപാട് മത്സ്യങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് നീയും എന്നെ സഹായിക്കണം, നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഫൗസിയെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നത്. ആ സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു താനും. എന്നാൽ അതിനുശേഷം ഈ ഫൗസിയെ അവർ കൊന്നതിന് ശേഷം ചാക്കിൽ കെട്ടി പുഴയിൽ ഉപേക്ഷിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. ഏതായാലും ഭർത്താവായ ഹുസൈന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫോണ് ഓണാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കടപ്പുറമെല്ലാം വളരെ പരിചിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് വൈകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിദാരുണമായ ഒരു സംഭവമാണ്. ഇത്തരത്തിൽപ്പെട്ട മയക്കുമരുന്നിനും അതുപോലെ തന്നെ മദ്യത്തിനുമെല്ലാം അടിമയായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 90% ഞാൻ പറഞ്ഞതുപോലെ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് ഭാര്യയായ ഫൗസിയ എന്ന് പറയുന്ന ഈ സഹോദരിയെ കൊന്നത് എന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം, നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പണിക്ക് പോകുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കിട്ടുന്ന പൈസ കൊണ്ടല്ല ആ കുടുംബം നിലനിർത്തി പോകുന്നിരുന്നത്. ഫൗസിയ എന്ന് പറയുന്ന സഹോദരി വീട് പണിക്കും മറ്റുമെല്ലാം പോയിട്ട് സംഭരിക്കുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് ഉമ്മയെ കാണാതായെങ്കിലും പിറ്റേന്ന് രാവിലെ അവർ ഉമ്മയെ തിരക്കിയില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഉമ്മ നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ പണിക്ക് പോകുന്ന ഒരാളാണ്. പിന്നെ വൈകിട്ട് മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ മകളും മകനും വിചാരിച്ചത് രാത്രി കടപ്പുറത്ത് പോയിരുന്നെങ്കിലും അമ്മ തിരിച്ചു വന്നിട്ടുണ്ടാവും, അതിനുശേഷം രാവിലെ മറ്റെന്തോ പണിക്ക് പോയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അന്ന് വൈകുന്നേരം വരെ അവർ കാത്തിരുന്നു ഉമ്മയെ കാണാഞ്ഞിട്ട്. അതിനുശേഷവും കാണാതായപ്പോഴാണ് തിരൂർ പോലീസിലെത്തിയതിനു ശേഷം 25 വയസ്സുള്ള ഞാൻ പറയും മകളും അടക്കം പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽപ്പെട്ട മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ നങ്കൂരമിട്ട സമയത്ത് അതിൽ കുടുങ്ങിയ നിലയിലാണ് ഒരു ചാക്ക് കണ്ടെത്തിയത്. ആ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിൽ പോയ തൊഴിലാളികൾ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ആ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിട്ടുണ്ട്. 100% അത് ഫൗസിയുടേത് തന്നെയാണ് എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹത്തെ പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു വാർത്ത തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. ഈ ഹുസൈൻ്റെ ഒരു രീതി, മത്സ്യബന്ധന തൊഴിലാളിയാണ്. കടലിൽ പോവും, അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലൊക്കെ മദ്യപിച്ച് എപ്പോഴും നടക്കുന്നയാളാണ്. ഒപ്പം മറ്റു ലഹരി വസ്തുക്കളും പതിവായിട്ട് ഉപയോഗിക്കുന്നു. ഭാര്യയെ പതിവായിട്ട് മർദ്ദിക്കാറുണ്ട്. ഫൗസി ആവട്ടെ വീട്ടുജോലികളൊക്കെ ചെയ്താണ് ഈ കുടുംബം പുലർത്തിയിരുന്നത്. പല വീടുകളിലും പോയി അവർ ജോലി ചെയ്യും. അതിനുശേഷം അവർ കൊണ്ടുവന്നിരുന്ന ഒരു സമ്പാദ്യമാണ് പലപ്പോഴും ഈ കുടുംബത്തിന് തണലായിരുന്നത്. അങ്ങനെ ഇരുവരും പലപ്പോഴും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹുസൈൻ മദ്യപിച്ച് വന്ന് പതിവായിട്ട് ഇവരുമായിട്ട് പ്രശ്നമുണ്ടാക്കാറുണ്ട്. ബുധനാഴ്ച രാവിലെയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹുസൈൻ ക്രൂരമായിട്ട് ഈ ഭാര്യ ഫൗസിയെ മർദ്ദിച്ചു എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം ഹുസൈൻ അവിടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ ഭാര്യയുടെ ആധാർ കാർഡും മൊബൈൽ ഫോണും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇയാൾ കേടാക്കുകയും വലിച്ചെറിയുകയും തകർക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് പോയി. വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും മദ്യലഹരിയിലാണ് വന്നത്. ഇയാൾ കിടന്നുറങ്ങി. അതിനുശേഷം രാത്രി 1:30 മണിയോടുകൂടി ഭാര്യയെ വീണ്ടും വിളിച്ച് ഉണർത്തുകയാണ്. കടലിൽ മത്സ്യം ചാകരയുണ്ട്
ഉണ്ടായിട്ടുണ്ട്, മത്സ്യം ഒന്നിച്ച് വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കടലിലേക്ക് പോകണം എന്ന് പറയുന്നു. അവർ തയ്യാറാകുന്നില്ല. അവരെ നിർബന്ധിച്ച് ഭാര്യയും കൂട്ടി പുലർച്ചെ 1:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരെ പിന്നീട് കാണാതാവുന്നു. മക്കൾ വിചാരിക്കുന്നു അവരെന്തെങ്കിലും ജോലിക്ക് പോയതായിരിക്കും, ബീച്ചിലേക്ക് പോയി. അതിനുശേഷം അവരെ കാണാതാവുമ്പോൾ മക്കൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും രാവിലെ ജോലിക്ക് പോയി കാണും എന്നാണ്. പിറ്റേ ദിവസം വൈകിട്ടായിട്ടും മകൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. 2 മക്കളാണ് ഇവർക്കുള്ളത്. 25-കാരനായ യുവാവാണ്, ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. 15-കാരിയായ മകളുണ്ട്. ഈ മകൾ സ്കൂൾ വിട്ടു വന്നപ്പോഴും കാണാതായതോടുകൂടിയാണ് പകൽ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ അവരെ അയൽക്കാരും കണ്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുന്നത്. തിരൂർ പോലീസിൽ പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിക്കുന്നില്ല. പിന്നീട് ഈ ഹുസൈൻ്റെ ഫോണ് അല്പം ദൂരെ മാറിയ ഒരു ഭാഗത്തു നിന്ന്, കാവിലക്കാട് ഭാഗത്ത് നിന്ന് ഓണായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല, ഇവരെവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഫൗസിയുടെ മൃതദേഹം കടലിൽ നിന്ന് കടലോരത്ത് തന്നെയുള്ളൊരു ഭാഗത്ത് വെച്ച് തിരൂർ പുഴയിൽ നിന്നും കണ്ടെത്തുന്നത്. ഈ നങ്കൂരമിട്ട ഒരു ബോട്ടിൻ അടിയിൽ അതിൻ്റെ നങ്കൂരത്തിന് ചുവട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഏതായാലും നിങ്ങൾ കേട്ടു കാണും, ഞാൻ പറഞ്ഞതുപോലെ കടൽപ്പുറത്ത് ചാകരയുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഫൗസിയെ നട്ടപ്പാതിരക്ക് 1:30 വീട്ടിൽ നിന്ന് ഈ ഹുസൈൻ എന്ന് പറയുന്ന ഭർത്താവ് വിളിച്ചിറക്കി കൊണ്ടുപോയിരുന്നത്. ആദ്യമൊന്നും സഹോദരി പോകാൻ വേണ്ടി കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ചാകരയാണ്, എന്തെങ്കിലും പൈസ കിട്ടുമല്ലോ, തൻ്റെ ജീവിതം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ രാത്രി 1:30 ആണെങ്കിലും ആ സഹോദരി ഭർത്താവിനെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് എന്നൊക്കെ ഹുസൈനെ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു ചുരുളയുകയുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ 2-3 സ്ഥലത്ത് വെച്ചിട്ട് ഈ ഹുസൈൻ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ഈ യുവതിയുടെ മരണശേഷവും ഫോൺ ഓണാക്കിയിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതായാലും തിരച്ചിൽ ഊർജിതമാണ്. വരും ദിവസങ്ങളിൽ ഏതായാലും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ ഹുസൈൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യനെ പിടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ആ ഒരു നാട്ടിൽ അന്വേഷിച്ച എല്ലാവരുടെയും പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി വർക്കിന് പോയി കഴിഞ്ഞാൽ രാവിലെ മദ്യപിച്ചിട്ട് സ്ഥിരം ഒരു മദ്യപാനിയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ ആർക്കും ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് 2 കുട്ടികൾ, 25 വയസ്സുള്ള മകനും അതുപോലെ തന്നെ 15 വയസ്സുള്ള മകൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് ഞാൻ പറഞ്ഞ ഹുസൈൻ എന്ന് പറയുന്ന ഭർത്താവ്. ഏതായാലും ഫൗസിയ എന്ന് പറയുന്ന സഹോദരി ഒരുപാട് സഹിച്ചു. അങ്ങേ അറ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ജീവിതം മുന്നോട്ട് 2 മക്കൾക്ക് വേണ്ടിയിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സഹോദരിയാണ്. ഏതായാലും ആത്യന്തികമായിട്ട് ആ സഹോദരിയെ അദ്ദേഹം കൊന്നു കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഏതായാലും എന്തൊക്കെയായാലും ഫൗസിയ എന്ന് പറയുന്ന സഹോദരിക്ക് മറ്റ് ശത്രുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെയുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൊന്നതായിരിക്കും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഏതായാലും മൃതദേഹം ഞാൻ പറഞ്ഞതുപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഹുസൈനെ പിടിച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങളുടെ ചുരുളയുകയുള്ളൂ. അതുമായുള്ള തെരച്ചിലുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മുടെ സമൂഹത്തിൽ തരപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടികൾക്ക് പടച്ച റബ്ബ് ക്ഷമ നൽകട്ടെ. അത്രയും സഹിച്ച 2 മക്കളാണ്. അവർക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ അവർക്കും സാധിക്കട്ടെ. ഏതായാലും പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഹുസൈനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിനും തിരൂർ പോലീസിനും എല്ലാം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.